ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഭൂമി ഇടപാടുകളുടെ രേഖകളും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും ഒക്കെ കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇദ്ദേഹത്തിന് ബ്ലേഡ് കമ്പനിയും ഉണ്ടായിരുന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് വരെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പണം ഉണ്ടാക്കാനുള്ള വഴികളൊന്നും പോറ്റി അടച്ചില്ല. തീർച്ചയായും എസ് കെ എൻ ഇന്നലെ ഏകദേശം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് എസ് കെ എൻ ഈ SIT ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള രേഖകൾ തന്നെയാണ് പിടിച്ചെടുത്തത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനധികൃതമായിട്ടുള്ള ചില ഭൂമി ഇടപാടുകൾ, ഈ ഭൂമി ഇടപാടുകൾ തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള രേഖകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ഹാർഡ് ഡിസ്കും ചില രേഖകളും, അതായത് ഈ ഭൂമി ഇടപാടിനപ്പുറം ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം കണക്കിൽപ്പെടാത്ത പണവും ചില സ്വർണ്ണാഭരണങ്ങളും SIT സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഏകദേശം 11 മണിക്കൂറോളം ഈ പരിശോധന നീണ്ടു എന്നുള്ളതാണ് നമ്മൾ സാക്ഷിയായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി തെളിവെടുപ്പാണ്. SITയുടെ ക്രൈംബ്രാഞ്ചിന്റെ ഈ കസ്റ്റഡിയിലുള്ള ഈ ഇദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ നിർണായക രേഖകൾ ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ വ്യക്തമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് അദ്ദേഹം ഉള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശം 7:30 തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തിയത്. ഈ വൈദ്യപരിശോധനയിൽ നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി മാധ്യമങ്ങളോട് അദ്ദേഹം നടത്തിയെന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇന്നലെയും ആവർത്തിച്ചത്. അന്വേഷണത്തിലൂടെ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരും, തെളിയും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ തന്നെ ഹൈദരാബാദിൽ അടക്കം എത്തിച്ച് ഇദ്ദേഹത്തെ തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇന്ന് തെളിവെടുക്കും. ഒപ്പം ഈ മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഈ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയതായാണ് വിവരം. ചോദ്യം ചെയ്യലിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഏകദേശം 8ഓളം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അവരെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്വർണം എവിടെയെന്ന് ഉള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാൻ ആകൂ. SKN. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.